കാസർഗോഡ് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങുന്നതായി പരാതി. ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ജനറേറ്റർ കാലപ്പഴക്കം കൊണ്ട് പണി മുടക്കുന്നതാണ് വൈദ്യുതി തടസ്സത്തിന് കാരണം. ടാറ്റ ആശുപത്രിയിൽ നിന്ന് ജനറേറ്റർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. കർണാടകയിലെ വൈദ്യുതി പ്രതിസന്ധി അതിർത്തി ജില്ലയായ കാസർഗോഡിനെയും ബാധിച്ചിട്ടുണ്ട്. അറ്റകുറ്റപ്പണിയുടെ പേരിൽ ദിനംപ്രതി മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്നു. ഇതോടെ ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്ക് പുറമെ ജലവിതരണം, ശുചീകരണ പ്രവൃത്തികൾ ഉൾപ്പെടെയുള്ളവ തടസ്സപ്പെടുകയാണ്. 200-ലേറെ രോഗികൾ IP വിഭാഗത്തിൽ മാത്രമായി ചികിത്സയിലുണ്ട്. OP വിഭാഗത്തിൽ പ്രതിദിനം 1000-ലധികം ആളുകൾ ചികിത്സ തേടിയെത്തും. തിരക്കുള്ള ആശുപത്രിയിൽ അടിയന്തര ഘട്ടങ്ങളിലാണ് പലപ്പോഴും വൈദ്യുതി മുടങ്ങുന്നത്. നിലവിൽ ജനറേറ്റർ കേടായതാണ് പ്രതിസന്ധിക്ക് കാരണം. പ്രവർത്തനം നിലച്ച ടാറ്റ ആശുപത്രിയിലെ ജനറേറ്റർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചിട്ടും തുടർ നടപടിയുണ്ടായില്ല. 11 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ആശുപത്രിയിൽ നിന്ന് ജനറേറ്റർ എത്തിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനുമായി 10 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. ഇതിന്റെ ടെൻഡർ നടപടി പൂർത്തിയാക്കിയെന്നാണ് നഗരസഭയുടെ അവകാശവാദം. അതായത് ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, രോഗികൾക്ക് ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് ജനറേറ്ററിൻ്റെ ഒരു അഭാവം. ജനറേറ്റർ കേടുപറ്റിയിട്ട് ഉള്ള ജനറേറ്റർ കേടുപറ്റിയിരിക്കുകയാണ്. ടാറ്റയുടെ ഒരു ജനറേറ്റർ നമുക്കിവിടെ ജനറൽ ആശുപത്രിക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ അതിവിടെ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട്. 9,81,000 രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ TS തരേണ്ടത് PWD എഞ്ചിനീയറിംഗ് വിങ്ങാണ്. അപ്പോൾ അതിന് TS കൊടുക്കുകയും TS നമുക്ക് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടെൻഡർ നൽകുകയും ടെൻഡർ 30-ാം തീയതി അതിന് ഓപ്പൺ ചെയ്തു. ജനറൽ ആശുപത്രിയിലെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതിന് കാരണം മുനിസിപ്പാലിറ്റിയും ആശുപത്രി വികസന സമിതിയും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണെന്ന ആരോപണവും ശക്തമാണ്. 2 വർഷം മുമ്പ് കേടായ ലിഫ്റ്റ് വീണ്ടും പ്രവർത്തന സജ്ജമാക്കാൻ മാസങ്ങളെടുത്തതും 4 വർഷം മുമ്പ് ആശുപത്രിയിൽ സൗജന്യമായി ലഭിച്ച ഓക്സിജൻ പ്ലാന്റ് ഇപ്പോഴും പ്രവർത്തന സജ്ജമല്ലാത്തതും ഇതിന്റെ ഉദാഹരണമാണെന്നും പ്രതിപക്ഷ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് മലയാളം, കാസർഗോഡ്.